നമസ്കാർ, ഞാൻ ഹരിത. ഹിന്ദി വിത്ത് ഹരിത എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നീലി ചിരി എന്ന കവിതയിൽ നിന്ന് പരീക്ഷയ്ക്ക് വരാൻ വളരെ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യം വായിച്ച് അതിന്റെ ഉത്തരം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കാം. സമാൻ അർത്ഥ ഡൂണ്ടേം പത്തേ ഭരേം. സമാനമായ അർത്ഥമുള്ള വാക്ക് കണ്ടുപിടിക്കുക, എന്നിട്ട് ഇലകൾ നിറയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എത്ര വാക്ക് തന്നിട്ടുണ്ട്? ഇവിടെ 6 വാക്കുകൾ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് വായിച്ചു നോക്കാം. ജൽദി എന്ന് പറഞ്ഞാല് പെട്ടെന്ന് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. പങ്ക് എന്ന് പറഞ്ഞാല് ചിറക്, ഡാലി എന്ന് പറഞ്ഞാല് ചില്ല, പക്ഷി എന്ന് പറഞ്ഞാല് പക്ഷി തന്നെയാണ്, അനോഖ എന്ന് പറഞ്ഞാല് അതുല്യമായ, ആകാശ് എന്ന് പറഞ്ഞാല് ആകാശം. അപ്പൊ ഇതിന് സമാനമായിട്ടുള്ള വാക്കുകൾ നമ്മുടെ കവിതയിൽ നിന്ന് തെരഞ്ഞെടുത്ത് എഴുതാം. സമാനമായ വാക്ക് പ്രത്യേകമായിട്ട് റെഡ് കളറിൽ മാർക്ക് ചെയ്ത് മുകളിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ റൈറ്റ് സൈഡിൽ ബോക്സിലും ഉണ്ട്. ആകാശ് എന്നുള്ളത് നമ്മുടെ ആ ഇലയിലുണ്ട്. അതിന് സമാനമായിട്ടുള്ള വാക്ക് ആസ്മാൻ എന്നതാണ്. അനോഖ അതുല്യമായ, അതിന് സമാനമായിട്ടുള്ളത് നിരാലി എന്നതാണ്. പക്ഷി എന്നുള്ളതിന് സമാനമായിട്ടുള്ളത് ചിടിയ എന്നതാണ്. അപ്പൊ ഇതൊക്കെ ബുക്കിൽ മാർക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ഉത്തരങ്ങൾ എഴുതുക. അപ്പൊ ഇനി അടുത്ത വാക്ക് നോക്കാം. ഇവിടെ ഒരു വാക്കാണ് വരുന്നത്, ഡാലി, ചില്ല എന്നതിന് സമാനമായിട്ട് ഫുനഗി എന്നുള്ള വാക്കാണ് വരുന്നത്. അപ്പൊ ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇവിടെ സമാനമായ അർത്ഥമുള്ള 2 വാക്കുകളാണ് വരുന്നത്. പങ്ക്, ചിറകിന് പർ എന്നും പറയും. ജൽദി, പെട്ടെന്ന് എന്നുള്ള വാക്കിന് സമാനമായിട്ടുള്ളത് ഛഡ് എന്നാണ്. അപ്പൊ നമുക്കിനി ഇത് ആ ഇലയിലേക്ക് എഴുതി കൊടുക്കാം. അപ്പൊ ഇങ്ങനെയാണ് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ വരുന്നത്. ജൽദി എന്ന വാക്കിന് സമാനമായിട്ടുള്ളത് ഛഡ് എന്നാണ്. പങ്ക് പർ, ഡാലി ഫുൻഗി, പക്ഷി ചിടിയ, അനോഖ നിരാലി, ആകാശ് ആസ്മാൻ. പിന്നെ നിങ്ങൾ ഇത് എന്തായാലും പഠിച്ചു വെക്കുക, കാരണം പരീക്ഷയ്ക്ക് ഇത് ചോദിക്കാവുന്നതാണ്. ഓരോ വാക്കുകളുടെയും അർത്ഥം എന്തായാലും പഠിച്ചു വെക്കുക. അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് സമാനമായിട്ടുള്ള വാക്കുകൾ കണ്ടെത്താൻ സാധിക്കും. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ചോദ്യത്തിന്റെ ഉത്തരം എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. പരീക്ഷയ്ക്ക് ചോദ്യം ഏത് രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാലും ഉത്തരങ്ങൾ ശരിയായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് എഴുതാൻ ശ്രമിക്കുക. എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് പരീക്ഷയ്ക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ നിങ്ങൾ വിട്ടുപോകരുത്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ക്ലാസ് എടുത്ത് തന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.